ദൈവത്തെക്കുറിച്ച് ഒരു ഭയവുമില്ല, ദൈവഭയവുമില്ല, പ്രാർത്ഥനാ ജീവിതവുമില്ല, വചനം അറിയില്ല, ബൈബിൾ എന്താണെന്ന് പോലും അറിയില്ല, മരണശേഷം എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല. അയാൾ സീറോയാണ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് ഇന്ന് നിങ്ങളോട് കൂടെ ആയിരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ബ്ലെസ്സിങ് ടുഡേ യാത്രയിൽ ഇങ്ങനെ ദൈവവചനമൊക്കെ പഠിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത്, അതും ഡെയിലി പഠിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ രാവിലെ തന്നെ സാധിക്കുന്നവരൊക്കെ ഇത് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. രാവിലെ തന്നെ ഇത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ഒന്ന് എന്താ പറയുക, രാവിലെ തന്നെ ഒരു നല്ല രീതിയിലൊരു സമീകൃത ആഹാരം എടുത്ത പോലത്തെ ഒരു ഫീലുണ്ടാകും. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ വേണ്ട കാര്യങ്ങൾ മാത്രം കഴിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വൈകുന്നേരം ഇത്തിരി ലേറ്റായി പോയാലും കുഴപ്പമില്ല. കാരണം രാവിലെ കഴിച്ചതിൻ്റെ ആ ഒരു എനർജി ആ ഒരു ദിവസം മുഴുവൻ നമ്മളെ കൊണ്ടുപോകും അങ്ങോട്ട്, അല്ലേ? പിന്നെ വെള്ളം മാത്രം നമുക്കൊന്ന് കുടിച്ചാൽ മതിയായിരിക്കും. അതുപോലെ നമ്മൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു ജ്യൂസോ മറ്റോ കഴിച്ചാൽ തന്നെ നമ്മൾ ഫില്ലായിരിക്കും. അതിന് കാര്യമായിട്ടുള്ളത് രാവിലെ നമ്മൾ എല്ലാം, അതായത് പ്രോട്ടീനും കാർബ്സും ഉണ്ടല്ലോ, ഫാറ്റും എല്ലാം ചേർന്നിട്ടുള്ള സമീകൃതമായിട്ടുള്ളൊരു ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ വയറിന് ഫീൽ ചെയ്യും, നമ്മുടെ ശരീരത്തിനും അങ്ങനെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് രാവിലെ തന്നെ ദൈവവചനം എടുക്കേണ്ട ആവശ്യകത എന്നുള്ളത്. നിങ്ങളൊരു പക്ഷേ യാത്ര ചെയ്യുന്നതാണെങ്കിൽ, ഓഫീസിലോട്ട് പോകുന്ന, വളരെ തിരക്ക് പിടിച്ചിട്ട് ഓഫീസിലോട്ട് ഇറങ്ങുന്ന സമയം ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ പ്രോഗ്രാം ഉള്ളത്. പക്ഷേ നിങ്ങളുടെ ബസ്സിലോ നിങ്ങളുടെ കാറിലോ ആ സമയത്തൊക്കെ ഇത് കേട്ട് കൊണ്ട് പോകാനായിട്ട് മനഃപൂർവ്വം ട്രൈ ചെയ്യുക. കാരണം നിങ്ങളിൽ തന്നെ ചില ആളുകൾക്ക് തോന്നിക്കാണുമല്ലോ, രാത്രി ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നിക്കാണും, ദൈവമേ രാവിലെ ഇത് കേട്ടായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മുമ്പിൽ വന്ന ആ വലിയ അബദ്ധത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ എത്ര വട്ടം ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് കൊണ്ട് രാവിലെ തന്നെ കേൾക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക, സാധിക്കുന്ന പോലെ ചെയ്യുക. കാരണം ആ ഒരു ദിവസം നിങ്ങൾ തുടങ്ങുമ്പോൾ അന്നത്തെ ദിവസം അബദ്ധങ്ങളൊന്നും പറ്റാതെ, അല്ലെങ്കിൽ കാര്യങ്ങളെ ശരിയായ വിധത്തിൽ ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതിനുവേണ്ടി കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ ഒരു കീ സ്പോൺസർ എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് തൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും അങ്ങ് പകർന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്ത വ്യക്തിയോടുള്ള പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആ വ്യക്തിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ മന്നയുമായിട്ട് നമ്മുടെ ദൈവദാസൻ കാത്തു നിൽക്കുകയാണ്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിൻ മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം എല്ലാം
ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ് നിൻ മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാവ്. വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 26 തേഴ്സ്ഡേ. ഇന്നത്തെ ഫോക്കസ് വേർഡ് വിസ്ഡം ആൻഡ് ഡിസേൺമെൻറ്റ്. ജ്ഞാനവും വിവേചനവും. എല്ലാവരും പറയുക, എഴുതുക. അതിൻ്റെ ഫോക്കസ് വേർഡ്സ് ഇതാണ്. പ്രോവർബ്സ് 2:3-5. സദൃശവാക്യങ്ങൾ 2-ാം അധ്യായം 3-5 വരെ. ഇഫ് യു കോൾ ഔട്ട് ഫോർ ഇൻസൈറ്റ് ആൻഡ് ക്രൈ അലൗഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്, then you will understand the fear of the Lord and find knowledge of God. എൻ്റെ കൃത്യം മലയാളം പറയാനിരിക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷേ സ്ക്രീനിൽ നോക്കി നിങ്ങൾ അതൊന്ന് വായിക്കുക. ജ്ഞാനത്തിന് വേണ്ടി, ഇൻസൈറ്റിന് വേണ്ടി കരയുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ, വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ദ ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവഭയം ഉണ്ടാകുകയും ദൈവത്തിൻ്റെ പരിജ്ഞാനം ലഭിക്കുകയും ചെയ്യും. ഡെക്ലറേഷൻ നോക്കുക. ദ സ്പിരിറ്റ് ഗ്രാൻസ് മീ വിസ്ഡം ആൻഡ് ഡിസേൺമെൻറ്റ് ടുഡേ ഫോർ എവറി ഡിസിഷൻ ഐ മേക്ക്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ജ്ഞാനം നൽകുകയും വിവേചനം നൽകുകയും ചെയ്യും ഇന്ന്. മാത്രമല്ല, എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുമ്പോൾ ഈ ഒരു സഹായം എനിക്ക് ഉണ്ടാവും. എത്ര പേർ ആമേൻ പറയും? ബൈബിൾ റീഡിംഗ് പ്ലാൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ദയവായി വായിച്ച് ടിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ വിസ്ഡം ആൻഡ് ഡിസേൺമെൻറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ജ്ഞാനവും വിവേചനവും, ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഓൾറൈറ്റ്, 4 കാര്യങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. വിസ്ഡം മസ്റ്റ് ബി സോട്ട് ഇൻറ്റൻഷണലി. ജ്ഞാനം മനഃപൂർവമായി നാം തേടണം. മനഃപൂർവമായി ജ്ഞാനം തേടണം. അതായത് കുറച്ചൊക്കെ ഞാൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇമ്പാർട്ട് ചെയ്ത് നമുക്ക് കിട്ടും. സ്കൂളിൽ പഠിക്കുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞ്, ജ്ഞാനമുള്ളവർ പറഞ്ഞ്, അങ്ങനെയുള്ള കുറച്ച് ജ്ഞാനം നമുക്ക് കിട്ടും. എന്നാൽ ബൈബിൾ പറയുന്നതനുസരിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ട ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സദൃശവാക്യങ്ങൾ പറയുന്നത്, ഇഫ് യു കോൾ ഔട്ട്, നീ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ, നീ കരഞ്ഞപേക്ഷിക്കുമെങ്കിൽ, അഥവാ ഇഫ് യു ക്രൈ എലൗഡ്, ജ്ഞാനത്തിനു വേണ്ടി ഉറക്കെ കരയുമെങ്കിൽ. വിസ്ഡം ഡസ് നോട്ട് കാഷ്വലി ഫോൾ. ഒരാൾക്കും ചുമ്മാ യാദൃച്ഛികമായി ജ്ഞാനം വീണ് കിട്ടാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് പെർസ്യൂഡ് പാഷനറ്റ്ലി. പകരം അതിനെ വളരെ ആവേശത്തോടുകൂടെ നമ്മളതിനെ പിന്തുടർന്നെങ്കിൽ മാത്രമേ കിട്ടൂ. അപ്പോൾ നമുക്ക് ചില വചനങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ദോസ് ഹു ഡിസയർ വിസ്ഡം മസ്റ്റ് വാല്യൂ ഇറ്റ് എബവ് കൺവീനിയൻസ്, ഈഗോ ഓർ ഇമ്പൾസ്. ജ്ഞാനം ആഗ്രഹിക്കുന്ന ഒരാൾ, നിങ്ങൾ ജ്ഞാനം ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ ജ്ഞാനം ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് വില കൽപ്പിക്കണം. നമ്മുടെ സൗകര്യത്തിന് കിട്ടിയാൽ എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്ന രീതിയിലല്ല, നമ്മുടെ അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് ചിലപ്പോൾ നമുക്ക് നമ്മേക്കാൾ പ്രായം കുറഞ്ഞവരിൽ നിന്നായിരിക്കാം ജ്ഞാനം ഇമ്പോർട്ട് ചെയ്ത് കിട്ടുന്നത്. ഇതൊക്കെ മാറ്റിവെച്ച് നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി അധ്വാനിക്കുമെങ്കിൽ, അതിനു വേണ്ടി ഹണ്ട് ചെയ്യുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ അത് നമുക്ക് ലഭിക്കും. Now, James chapter 1 verse number 5, യാക്കോബിൻ്റെ ലേഖനം 1:5, if any of you lacks wisdom, you should ask God. ആദ്യമായി ജ്ഞാനത്തിൻ്റെ ഉറവിടം സർവജ്ഞാനിയായ ദൈവമാണെന്ന് മനസ്സിലാക്കി, നിങ്ങൾക്ക് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ യു ഷുഡ്
ആസ്ക് ഗോഡ്. ദൈവത്തോട് അപേക്ഷിക്കുവിൻ. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തോട് ജ്ഞാനം ചോദിച്ചാൽ നമുക്ക് ജ്ഞാനം കിട്ടും. എൻ്റെ ചോദ്യം, നമ്മിൽ എത്ര പേർ ജ്ഞാനത്തിന് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്? എല്ലാ ദിവസവും കർത്താവെ എനിക്ക് ജ്ഞാനം നൽകണമേ, അന്തരംഗത്തിൽ അങ്ങയുടെ സത്യവും ജ്ഞാനവും എന്നെ ഗ്രഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ, ഇപ്പോൾ യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് വചനമുണ്ട്. അതാണ് സദൃശവാക്യങ്ങൾ 4:7 Proverbs 4:7 The beginning of wisdom is this, get wisdom. ഇതാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ജ്ഞാനം തേടുക, ജ്ഞാനം പ്രാപിക്കുക. കൊലോസ്യ ലേഖനം 1:9 വായിക്കുമ്പോൾ, we continually ask God to fill you with the knowledge of His will through all the wisdom and understanding that the Spirit gives. ഇവിടെ ഈ അപ്പസ്തോലിക പ്രാർത്ഥനകൾ, അപ്പസ്തോലിക് പ്രേയേഴ്സ് എന്ന് പറയുന്ന കുറേ കളക്ഷൻസ് ഉണ്ട്, ലേഖനങ്ങളെ. പൗലോസ് പ്രാർത്ഥിക്കുക എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ, 3-ാം അധ്യായത്തിലൊക്കെ അപ്പസ്തോലിക് പ്രേയറുണ്ട്. അപ്പസ്തോലൻ ജനങ്ങൾക്ക് വേണ്ടി പൗലോസ് അപ്പസ്തോലൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. അതിൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ആദ്യം വായിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ പറയുന്നത്, നിങ്ങളെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലൊന്നാണ് കൊലോസ്യ ലേഖനം 1:9 വി കണ്ടിന്യൂലി ആസ്ക് ഗോഡ്. ഞങ്ങൾ തുടർമാനമായ ദൈവത്തോട് ചോദിക്കുന്നു. എന്തിനു വേണ്ടി? ടു ഫിൽ യു വിത്ത് ദ നോളജ് ഓഫ് ഹിസ് വിൽ. അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം നിങ്ങൾക്കുണ്ടാകാൻ. ത്രൂ ഓൾ ദ വിസ്ഡം, ജ്ഞാനത്തോടുകൂടെ, ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, വിവേകത്തോടുകൂടെ, ദാറ്റ് ദ സ്പിരിറ്റ് ഗിവ്സ്. ഇത് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് നോളജ്, വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം നമ്മൾ ഈ സദൃശവാക്യങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന ജ്ഞാനത്തിൻ്റെ വിസ്ഡം ബുക്ക് എന്നാണ്. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് കിങ് സോളമൻ ലഭിച്ച ജ്ഞാനത്തിൻ്റെ മൊഴികൾ അതിനകത്ത് അടുക്കടുക്കായി എഴുതിയിരിക്കാൻ ഒത്തിരി ജ്ഞാനം അദ്ദേഹത്തിന് ലഭിച്ചു. സോ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് തുടർമാനമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവം നിങ്ങൾക്ക് ഈ ജ്ഞാനവും പരിജ്ഞാനവും എല്ലാം നൽകാൻ വേണ്ടി. അപ്പോൾ ഈ സദൃശവാക്യങ്ങളിൽ കൂടെ കൂടെ കാണുന്ന 3 വാക്കുകളാണ് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം. നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം. നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം. ഇത് 3 ഇങ്ങനെ ഒരുമിച്ച് അനേക പ്രാവശ്യം വരുന്നത്. ഇത് 3 ഇൻ്റർ കണക്റ്റഡാണ്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഉണ്ട് നോളജ്, വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്. സെയിം കാര്യം. ഇത് 3 ഒരുമിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് ഒരു ഗ്രൂപ്പാക്കി വെക്കാവുന്ന ഒരു കാര്യമാണ്. നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡം. ഇത് 3 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കും. പഴയ നിയമത്തെക്കാൾ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ആളുകളെയൊക്കെ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഈ ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും ഒരുമിച്ച് നമുക്ക് ലഭിക്കും. എങ്ങനെ? പരിശുദ്ധാത്മാവിലൂടെ. ഹല്ലേലൂയ. അപ്പോൾ വിസ്ഡം ഈസ് നോട്ട് ഇൻഫർമേഷൻ, ഇറ്റ് ഈസ് ഡിവൈൻ ഡയറക്ഷൻ. ജ്ഞാനം എന്ന് പറയുന്നത് ചുമ്മാ ഒരു വിവരമല്ല, അല്ലെങ്കിൽ സാധാരണ ഒരു അറിവല്ലത്. പകരം ഇറ്റ് ഈസ് ഡിവൈൻ ഡയറക്ഷൻ. ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ ജീവിതം തിരിയും. ജ്ഞാനിയായ ഒരാൾ ജീവിക്കുന്നതും ജ്ഞാനമില്ലാത്ത ഒരാൾ ജീവിക്കുന്നതും അവരുടെ നിലവാരവും അവരുടെ ഔട്ട്പുട്ടും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. എത്ര പേർ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? ഇന്നൊരു തീരുമാനം എടുക്കണം. ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കും. 2-ാമത്തെ കാര്യം എഴുതുക, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് വിസ്ഡം. ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം ദൈവഭയമാണ്. ചുരുക്കി പറഞ്ഞാൽ, ദൈവമില്ലാത്ത, ദൈവമുണ്ടെന്ന് വിശ്വസിക്കാത്ത, ദൈവത്തോട് ബന്ധമില്ലാത്ത, ദൈവഭയമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ജ്ഞാനം ഉണ്ടാകുകയില്ല. ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവല്ല, പൊതുവിജ്ഞാനം, GK, ജനറൽ നോളജ് അല്ല. ഒരു പക്ഷേ ഒരാൾ IAS, IPS, IFS, സിവിൽ സർവീസിൽ ഏതെങ്കിലുമൊക്കെ എഴുതി എന്ന് പറയുമ്പോൾ ഒത്തിരി അറിവ് ആവശ്യമാണ്. ഇതെല്ലാം എഴുതിയാലും, ഇതൊക്കെ പഠിച്ച് വലിയ റാങ്കോടുകൂടി പാസ്സായാലും
അയാൾക്ക് ദൈവം ഉദ്ദേശിക്കുന്ന ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. അതല്ല ഇത്. ശാസ്ത്രജ്ഞന്മാർക്ക് ജ്ഞാനമുണ്ട്. ശാസ്ത്രത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരിക്കാം, പക്ഷേ ദൈവത്തെക്കുറിച്ച് ജ്ഞാനമില്ലെങ്കിൽ, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്, സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് അറിവില്ലെങ്കിൽ അയാളുടെ ജ്ഞാനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇവിടെ കുറേ പ്രയോജനം ചെയ്യും. അയാൾ ഒരു സയൻറ്റിസ്റ്റാണ്, ഒത്തിരി കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മാനുഷിക ജീവിതത്തിന് അത് ഉതകും, നോ പ്രോബ്ലം. എന്നാൽ നിത്യതയെക്കുറിച്ചുള്ള പരിജ്ഞാനമുള്ളൊരു വ്യക്തിയാണ്, ദൈവത്തെക്കുറിച്ച് അറിവുള്ളൊരു വ്യക്തിയാണ് യഥാർത്ഥ ജ്ഞാനി. വളരെ നല്ല വിവേകം നമുക്കുണ്ടാകുന്നത് ദൈവത്തെ ഭയപ്പെടുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് ദ ഫിയർ ഓഫ് ദ ലോർഡ് അലൈൻസ് ദ ഹാർട്ട് ബിഫോർ ഇറ്റ് ഗൈഡ്സ് ദ മൈൻഡ്. ഈ ദൈവഭയത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ഹൃദയത്തെ ദൈവവുമായി അത് കൂട്ടിയിണക്കും. എന്നിട്ട് അതിനാൽ നമ്മുടെ മൈൻഡിനെ അത് ഗൈഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഹൃദയം ദൈവത്തോട് കണക്റ്റ് ആകുമ്പോൾ മനസ്സ് നമ്മളെ ശരിയായ വഴിയിൽ നടത്താൻ തുടങ്ങും. പ്രൊവേർബ്സ് 9:10, സദൃശവാക്യങ്ങൾ 9:10, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ദൈവഭയം അല്ലെങ്കിൽ യഹോവ ഭക്തി, ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ഞാൻ അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ദൈവഭയമില്ലാത്ത, ദൈവഭക്തിയില്ലാത്ത ഒരാൾക്ക് പോലും ജ്ഞാനമുണ്ടെന്ന് പറയാൻ സാധ്യമല്ല. കുറേ അധികം പ്രായമായാൽ ജ്ഞാനമുണ്ടാകും? ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. ജ്ഞാനത്തിൻ്റെ LKG ലെവൽ എന്ന് പറയുന്നത് ദൈവഭയമാണ്. ദൈവഭയമുള്ള ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ ജ്ഞാനം കാണൂ. Psalm 111 verse number 10, 111 സങ്കീർത്തനത്തിൻ്റെ 10 വചനത്തിൽ, all who follow his precepts have good understanding. ദൈവത്തിൻ്റെ ചട്ടങ്ങളെ അനുഗമിക്കുന്ന, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കുന്ന എല്ലാവർക്കും നല്ല വിവേകമുണ്ട്. അഥവാ ദൈവവചനം അനുസരിക്കുന്നവർക്കാണ് വിവേകം. അല്ലാത്തവരാരും ഈ കാറ്റഗറിയിൽ പോലും പെടുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി വളരെ ഐക്യമൊക്കെ ഉണ്ട്, നല്ല ഐക്യമുള്ള ഒരാളാണ്. ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ AI ഉപയോഗിക്കാൻ, ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടുപിടുത്തങ്ങൾ, ടെക്നോളജി, ഇതെല്ലാം അറിയാവുന്ന ഒരാൾ പ്രസൻറ്റേഷനുകൾ ചെയ്യുന്നു, കാശ് ഒത്തിരി ഉണ്ടാക്കും എന്നിരിക്കട്ടെ. അങ്ങനെ ഒരാൾക്ക് ദൈവത്തെക്കുറിച്ച് ഒരു ഭയവുമില്ല, ദൈവഭയവുമില്ല, പ്രാർത്ഥനാ ജീവിതമില്ല, വചനം അറിയില്ല, ബൈബിൾ എന്താണെന്ന് പോലും അറിയില്ല, മരണശേഷം എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല. അയാൾ സീറോയാണ്. അയാളെ സംബന്ധിച്ചുള്ള ഒരു ജ്ഞാനമില്ല. കാരണം ഈ ലോകം മാറുന്നതാണ്. ഇവിടെ എന്ത് കണ്ടുപിടിച്ചാലും അതെല്ലാം കത്തി അഴിഞ്ഞു പോകും. ഇനി എക്ലീസിയാസ്റ്റസ് 12:13 നോക്കുക. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ, ഫിയർ ഗോഡ് ആൻഡ് കീപ് ഹിസ് കമാൻഡ്സ്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. ദൈവഭയത്തോടുകൂടെ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കാമെങ്കിൽ ഡിസെൻമെൻ്റ് ഈസ് ഷാർപ്പൻഡ് വെൻ പ്രൈഡ് ഈസ് സറണ്ടേഡ്. നമ്മുടെ അഹങ്കാരത്തെ മുഴുവൻ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ വിവേചനം വളരെ മൂർച്ചയുള്ളതായി, ഷാർപ്പായി മാറുകയുള്ളൂ. ഭൂമിയിൽ പണിയപ്പെടുന്ന ഏത് കെട്ടിടവും സ്ട്രോങ് ആയി നിൽക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം. അതിലൊരു തർക്കമില്ല. ഫൗണ്ടേഷനിലാണ് സ്ട്രക്ചർ നിൽക്കുന്നത്. ഇതുപോലെ ദൈവഭയമാണ് അടിസ്ഥാനം. ദൈവഭയമാണ് അടിസ്ഥാനം. അതിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമാണ് മുകളിലേക്ക് പണിയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ജീവിതത്തിലെടുക്കുന്ന തീരുമാനങ്ങളുടെ ഓരോന്നിൻ്റെയും ശരിക്കുള്ള അടിത്തറ പാകേണ്ടത് ദൈവഭയത്തിലാണ്. ദൈവഭയത്തിൽ നിന്ന് ഉളവാകുന്ന ജ്ഞാനത്തിലൂടെ വേണം തീരുമാനങ്ങളെടുക്കാൻ. അങ്ങനെ വേണം ജീവിതം പണിയപ്പെടാൻ. ഈവൻ സഭയുടെ പണിയെക്കുറിച്ച് പോലും പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ജ്ഞാനമുള്ളൊരു ശില്പിയായി, മുഖ്യശില്പിയായി, ഒരു മാസ്റ്റർ ബിൽഡറായി ഇട്ടിരിക്കുന്ന അടിസ്ഥാനം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൻ്റെ മേലല്ലാതെ ആർക്കും പണിയാൻ സാധ്യമല്ല. സോ ഒരു ജ്ഞാനമുള്ളൊരു ശില്പി, ഒരു മാസ്റ്റർ ബിൽഡർ, ആർക്കിടെക്റ്റ് ചെയ്യുന്നത് പോലെ വളരെ അയാളുടെ ആദ്യത്തെ, ഒരു മാസ്റ്റർ ബിൽഡറുടെ ആദ്യത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഇടുക എന്നുള്ളതാണ്. അതിന് പൈലിംഗ് വേണോ?
പാറപ്പുറത്ത് പണിയണോ, എങ്ങനെയാണോ അയാൾ തീരുമാനിക്കും. കാരണം അതിലാണ് ഫ്യൂച്ചർ. നമ്പർ 3, ഡിസേൺമെൻറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം ഡിസെപ്ഷൻ. നമുക്കുള്ള വിവേചനം നമ്മെ എല്ലാ വഞ്ചനയിൽ നിന്നും സംരക്ഷിക്കുന്നു. ഈ ലോകം വളരെ വഞ്ചിക്കുന്ന ലോകമാണെന്ന് എല്ലാവർക്കും അറിയാം. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ വഞ്ചനയാണ്, ചതി. വളരെ ക്രാഫ്റ്റിനെസ്സോടുകൂടെ പലരും നമ്മളെ ചതിക്കാൻ ശ്രമിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരി പേര് ചതിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു, സ്കാമുകളിൽ പെടുന്നു. സോ വി ലിവ് ഇൻ എ വേൾഡ് ഓഫ് നോയ്സ്, ഒപ്പീനിയൻസ് ആൻഡ് ഫോൾസ് ഇംപ്രഷൻസ്. നമ്മുടെ ഈ ഭൂമി അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, അതിൽ ഒത്തിരി ശബ്ദ കോലാഹലങ്ങളും ഒത്തിരി അഭിപ്രായങ്ങളും അതുപോലെ തെറ്റായ ഒത്തിരി സ്വാധീനങ്ങളൊക്കെ ഉള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പത്രം വായിക്കുമ്പോൾ അതിനകത്ത് വളരെ വഞ്ചനാപരമായ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് കാണും, ടി വിയിൽ കാണും. നമുക്ക് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചതിക്കുന്ന ഒത്തിരി ട്രാപ്പുകൾ വരാം. അല്പം കഴിയുമ്പോഴാണ് നമ്മൾ SMS വരാം. എത്രയോ പേരുടെ ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെട്ടു. ചില ഓഫറുകളുടെ പുറകെ പോയി എല്ലാം നഷ്ടപ്പെടുകയാണ്. സോ അങ്ങനെ ഒരു ലോകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഡിസേൺമെൻറ്റ്, തെറ്റും ശരിയും തിരിച്ചറിയുക. ഹീബ്രൂസ് 5:14 നോക്കുക. എബ്രായലേഖനം 5:14 സോളിഡ് ഫുഡ് ഈസ് ഫോർ ദ മച്യൂർ. പക്വതയുള്ളവർക്ക് വേണ്ടിയാണ്, പ്രായവും പക്വതയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കട്ടിയായ ആഹാരം. ഹു ബൈ കോൺസ്റ്റൻറ്റ് യൂസ് ഹാവ് ട്രെയിൻഡ് ദംസെൽവ്സ് ടു ഡിസ്റ്റിങ്വിഷ് ഗുഡ് ഫ്രം ഈവിൾ. തെറ്റിൽ നിന്നും ശരിയെ വിവേചിച്ച് മനസ്സിലാക്കുക, തെറ്റും ശരിയും ഭേദാഭേദങ്ങളെ വിവേചിക്കുവാൻ കഴിയുന്ന ഒരാൾക്കുള്ള ഒന്നാണ് സോളിഡ് ഫുഡ് എന്ന് പറയുന്നത്. കാരണം അവർ തങ്ങളെ തന്നെ നിരന്തരമായ പരിശീലനത്തിലൂടെ തെറ്റും ശരിയും വിവേചിക്കാൻ പഠിച്ചിരിക്കുന്നു. അതൊരു ഭയങ്കര ഒരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. പുതിയൊരാൾക്ക് അത് സാധ്യമല്ല, ഫ്രഷേഴ്സിന് സാധ്യമല്ല. 1 Kings 3:9, 1 രാജാക്കന്മാർ 3:9 സോളമൻ ആസ്ക്ഡ് ഫോർ എ ഡിസേണിംഗ് ഹാർട്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സോളമൻ പ്രാർത്ഥിക്കുന്നത് വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണം. എല്ലാവരും ഒന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ട്, വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ, ഡിസേൺമെൻ്റ് ഉള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. 1 John 4:1, 1 യോഹന്നാൻ 4:1 ടെസ്റ്റ് ദ സ്പിരിറ്റ്സ് ടു സീ വെദർ ദേ ആർ ഫ്രം ഗോഡ്. എല്ലാ ആത്മാക്കളും വിശ്വസിക്കരുത്, പകരം ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ എന്ന് പരിശോധിച്ച് കണ്ടെത്തണം. ഡിസേൺമെൻറ്റ് പ്രിവെൻസ് കോസ്റ്റ്ലി മിസ്റ്റേക്സ്. ചില തെറ്റുകൾ വളരെ വില പിടിച്ചതാണ്, എല്ലാം നഷ്ടപ്പെട്ടെന്നിരിക്കും. എടുക്കുന്ന ഒരു തീരുമാനത്തിൽ ജീവിതം മൊത്തം തകരാൻ സാധ്യതയുണ്ട്. തെറ്റായൊരു തീരുമാനം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ജുവലർ, ഈ ശരിക്കും ഈ ഡയമണ്ട്സും കാര്യങ്ങളും കല്ലുകളൊക്കെ കൃത്യമായി നോക്കാൻ ജെമോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ, ജുവലറാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ഒരു ഫേക്ക് ഡയമണ്ട് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എനിക്ക് പറ്റില്ല, കാരണം ഞാൻ ജെമോളജി പഠിച്ചിട്ടില്ല. എനിക്ക് എല്ലാ കല്ലും അത് കൊള്ളാലോ, അത് തിളങ്ങുന്നുണ്ടല്ലോ, ഒരു കളറുണ്ടല്ലോ, ഇത്രയും മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. നമ്മൾ പലർക്കും അങ്ങനെയാണ്. പക്ഷേ ഇത് പഠിച്ച ഒരാൾക്കൊരു കല്ല് കണ്ടാൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. കാരണം റിയൽ വൺ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് ഫേക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. കള്ളനോട്ട് ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചില ബാങ്കിലിരിക്കുന്നവർക്ക്. കാരണം ക്യാഷ് കൈകാര്യം ചെയ്യുന്നവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, ഇത് ഇന്നതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നോയിങ് ഗോഡ് ഡീപ്ലി ഷാർപ്പൻസ് ഡിസേൺമെൻറ്റ്. ദൈവത്തെ ആഴത്തിൽ അറിയുന്ന ഒരാൾക്ക്, ആഴത്തിൽ അറിയുമ്പോൾ നമ്മുടെ വിവേകം അല്ലെങ്കിൽ വിവേചനപരം കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വർദ്ധിച്ചു വരും. എനിക്ക് തന്നെ വർഷങ്ങൾ കഴിയും തോറും എനിക്ക് തന്നെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പണ്ട് കാലത്ത്, ചെറുപ്പകാലത്ത് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലാകും. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്പർ 4, ദ ഹോളി സ്പിരിറ്റ് ഈസ് അവർ ടീച്ചർ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഗുരു, നമ്മുടെ ഉപദേശകൻ, അധ്യാപകൻ. വിസ്ഡം ഈസ് നോട്ട് മിയർലി ലേൺഡ്, ഇറ്റ് ഈസ് റിവീൽഡ്. നമ്മൾ ജ്ഞാനം ചുമ്മാ ഇങ്ങനെ സമ്പാദിക്കുകയല്ല. ഇപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ, ബുക്കിഷ് നോളജ് ഈസ് നോട്ട് വിസ്ഡം. കുറേ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് പുസ്തകത്തിൽ നിന്നുള്ള അറിവ് ജ്ഞാനമാകണമെന്നില്ല. അതിലൂടെയും വരാൻ പറ്റില്ലെന്നല്ല പറയുന്നത്. വിസ്ഡം ഈസ് നോട്ട് മിയർലി ലേൺഡ്. ജ്ഞാനം പഠിച്ചെടുക്കുന്നതല്ല,
ഇറ്റ് ഈസ് റിവീൽഡ്, വെളിപ്പെടുത്തി കിട്ടുന്നതാണ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ റെവലേറ്റർ. പരിശുദ്ധാത്മാവാണ് വെളിപ്പാട് നൽകുന്നവൻ. ഓക്കെ, ജീസസ് പ്രോമിസ് ദാറ്റ് ദ സ്പിരിറ്റ് വുഡ് ഗൈഡ് ബിലീവേഴ്സ് ഇൻ ടു ട്രൂത്ത്. കർത്താവ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അവൻ നിങ്ങളെ സകല സത്യത്തിലേക്ക് വഴി നടത്തും. പരിശുദ്ധാത്മാവ് ജോൺ 16:13 അത് പറയുന്നുണ്ട്. വെൻ ഹീ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് കംസ് ഹി വിൽ ഗൈഡ് യു ഇൻ ടു ഓൾ ദ ട്രൂത്ത്. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലായിടത്തേക്കും സകല സത്യത്തിലേക്ക് വഴി നടത്തും. Isaiah 30:21. യേശയ്യാവിൻ്റെ പുസ്തകം വലത്തുവത്തിൽ കുറിച്ചു വയ്ക്കുക. പിന്നീട് ഇതെല്ലാം വായിച്ച് നിങ്ങൾക്ക് ധ്യാനിക്കുക. ഇന്ന് തന്നെ പല പ്രാവശ്യം മോർണിംഗ് ഗ്ലോറി കാണുക, ഇതേ എപ്പിസോഡ് കാണുക, എഴുതുക. നേരത്തെ വിട്ടുപോയത് രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ എഴുതുക. യേശയ്യാവിൻ്റെ പുസ്തകം 30:21 വെദർ യു ടേൺ ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ് യുവർ ഇയേഴ്സ് വിൽ ഹിയർ എ വോയിസ് ബിഹൈൻഡ് യു. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും. അതിൻ്റെ അർത്ഥം ബാക്ക് ഓഫ് ദ മൈൻഡ്, നമ്മുടെ മനസ്സാക്ഷി, നമ്മുടെ ആത്മാവിനകത്ത് പരിശുദ്ധാത്മാ ഇത് ശരിയല്ല, ഇത് ഫോളോ ചെയ്യാം, ഇത് മുന്നിലേക്ക് പോകാം. അകത്തൊരു ശബ്ദം നമ്മൾ കേൾക്കും. Ephesians 1:17, എഫെസ് ലേഖനം 17 ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവ്. സോ ദ സ്പിരിറ്റ് ഗിവ്സ് ഇൻസൈറ്റ് ബിയോണ്ട് ഹ്യൂമൻ ലോജിക്. മാനുഷികമായ ബുദ്ധിക്കപ്പുറത്ത് ഇൻസൈറ്റ് തരാൻ, ഉൾക്കാഴ്ച തരാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. അപ്പോൾ നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്നതിനും 1-2 കാര്യം കൂടി പറയട്ടെ. ഒരിക്കലും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. പോസ്, പ്രേ, സീക്ക്. ഒന്ന് ചൊല്ലിടുക, ഒന്ന് നിൽക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തെ തേടുക, ബൈബിളൊക്കെ ഒന്ന് പരിശോധിക്കുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കാവൂ. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിസ്ഡം ഈസ് സ്റ്റിൽ അവൈലബിൾ. ഈ കാലത്ത് ജീവിക്കുന്നവർക്ക് ഇന്നും ജ്ഞാനം ലഭിക്കും. ഡിസൺമെൻറ്റ് ഈസ് ആക്സസിബിൾ. വിവേചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ഗൈഡൻസ് ഈസ് പ്രോമിസ്ഡ് ബൈ ഗോഡ്. ദൈവം നമുക്ക് മാർഗനിർദ്ദേശം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ നിങ്ങളെ വഴി നടത്താനില്ലെങ്കിലും വഴി നടത്തുന്ന ഒരു കർത്താവ് നിങ്ങളെ വഴി നടത്തും. പരിശുദ്ധാത്മാകത്തുണ്ടായാൽ മതി. നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങിയ പോലെ നമ്മൾ അതിനു വേണ്ടി കരയണം, പ്രാർത്ഥിക്കണം. വളരെ ക്ലാരിറ്റിയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് അത് പകർന്നു തരും. ഹല്ലേലൂയ. കൈനീട്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ദൈവകൃപ എല്ലാവരിലും വസിക്കട്ടെ. ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കുന്നു, വിവേകത്തിനായി പ്രാർത്ഥിക്കുന്നു, പരിജ്ഞാനത്തിനായി പ്രാർത്ഥിക്കും. ഇത് മൂന്നും കർത്താവ് ഇത് കേൾക്കുന്നവർക്ക് കൊടുക്കണമേ. അത് തേടുവാനുള്ള കൃപ കൊടുക്കണമേ. കൈനീട്ടാം. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ യേശുവിനോട് പറയുക. രോഗികൾക്കായി പ്രാർത്ഥിക്കുക. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഈ തൈറോയിഡിനുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. ഗോയിറ്റർ മുഴകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോട്ടെ. കിടപ്പ് രോഗികൾ സൗഖ്യമാകട്ടെ. വലിയ മിറക്കിൾസ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. വലിയ വിടുതൽ കർത്താവ് കൊടുത്തവനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.